PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതായത് 14/6/2025 PSC നടത്തിയിട്ടുള്ള KS പരീക്ഷയുടെ മൊത്തത്തിലുള്ളൊരു എക്സാം അനാലിസിസും കട്ട് ഓഫും നോക്കാനാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷ നടന്നിട്ടുള്ളത്. കാലത്ത് പേപ്പർ 1ഉം ഉച്ചരിഞ്ഞ് പേപ്പർ 2 ആണ്. ഇനി ഏകദേശം 1,90,000 ഉദ്യോഗാർത്ഥികളാണ് ഈ പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പരീക്ഷയുടെ അനാലിസിസിലേക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ പേപ്പർ 1 അതായത് രാവിലെ നടന്ന പേപ്പർ വളരെ ബുദ്ധിമുട്ട് ആയിരുന്നു, നല്ല ടഫ് തന്നെയാണെന്നാണ് പൊതുവെയുള്ള എല്ലാവരും പറഞ്ഞ അഭിപ്രായം. പിന്നെ പേപ്പർ 2 അതിലും ഭേദമാണ്. കാരണം എന്താ വെച്ചാൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് മലയാളമൊക്കെ ഉള്ളതുകൊണ്ട് ആ കാലത്തെ പരീക്ഷ അപേക്ഷിച്ച് ഉച്ചകഴിഞ്ഞത്തെ പരീക്ഷ കുറച്ചും കൂടി ഈസിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പേപ്പർ 1ന് ബുദ്ധിമുട്ടായത് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു UPSC ലെവലിലുള്ള ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചിരുന്നത്. നല്ല ടഫ് തന്നെയാണ്. വർഷം കണക്കാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ തന്നെ വർഷം കണ്ടുപിടിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതേണ്ട ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു നല്ല നിലവാരമുള്ള UPSC തന്നെ ലെവലുള്ള ഒരു ഇതായിരുന്നു ഇന്ത്യൻ ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കേരള ഹിസ്റ്ററി പൊതുവേ ഒരു PSC ലെവലുള്ള ചോദ്യപേപ്പർ തന്നെ ആയിരുന്നു. കുഴപ്പമില്ല, വലിയ ടഫ് എന്നൊന്നും പറയാനില്ല, ഏകദേശമൊക്കെ എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ളത് തന്നെയായിരുന്നു കേരള ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങൾ. ഇനി വേൾഡ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ അതായത് അതിൽ ഇൻ്റർനാഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല പാട് തന്നെയായിരുന്നു, നല്ല ടഫ് തന്നെയായിരുന്നു, UPSC നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഹിസ്റ്ററിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ഹിസ്റ്ററി ഒഴിച്ച് മറ്റ് രണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ഒക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ട് ടഫായിട്ടുള്ള തന്നെയായിരുന്നു. ഇനി പൊളിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ അതിൽ ഒരു PSC ലെവലും UPSC ലെവലൊക്കെ മിക്സ് ആയിട്ടുള്ള, അതായത് കുറേ ചോദ്യങ്ങൾ PSC ലെവലിലുള്ളതുണ്ട്, പിന്നെ കുറേ ചോദ്യങ്ങൾ UPSC ലെവലിലുള്ള ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ രണ്ടും കൂടെയുള്ളൊരു വലിയ ഈസി എന്നൊന്നും പറയാനില്ല. അതിലും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. പിന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ വർഷം നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അതിനെ ഓർഡറിലാക്കി എഴുതേണ്ട ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളും ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉള്ള കാരണം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ലെങ്തിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻസൊക്കെ വായിച്ച് അത് ആ കൃത്യസമയത്തിനുള്ളിൽ തന്നെ കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളൊരു ഇതല്ല. അപ്പോൾ അത് നല്ല കുറച്ച് ടഫ് തന്നെയാണ്. ചില ചോദ്യങ്ങളൊക്കെ നല്ല ടഫ് തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളുള്ളതുകൊണ്ട് പ്രത്യേകിച്ചും. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ 5 ഓപ്ഷൻസ് വരെ തന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, 5 ഓപ്ഷൻസ്. അപ്പോൾ അതൊക്കെ വായിച്ചെത്തിച്ച് അതിൻ്റെ ഇപ്പോൾ ചില ചോദ്യങ്ങളിലൊക്കെ 1 ശരി, 1 2 ശരി, 2 3 ശരി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൻസേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിച്ച് ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഇതിന്ന് കണ്ടുപിടിച്ച് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.5 മണിക്കൂർ പോരാ. പിന്നെ മാത്സ്, മെൻ്റൽ എബിലിറ്റി, റീസണിങ് ഒക്കെ അതും കുറച്ച് ചെയ്ത് നോക്കിയിട്ട് ഡീപ്പായിട്ട് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാനുള്ള, അതായത് പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ഉത്തരം കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് ചോദ്യങ്ങൾ, അതും ടൈം കൺസ്യൂമിങ് തന്നെയായിരുന്നു. അപ്പോൾ ആ നിശ്ചിത സമയത്തിനുള്ള 1.5 മണിക്കൂർ കൊണ്ട് ഈ 100 ചോദ്യങ്ങൾ എഴുതണല്ലോ. അപ്പോൾ അത് ആ 1.5 മണിക്കൂറിൽ തികയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ പേപ്പർ 1 പൊതുവേ പറഞ്ഞാൽ ഈ 1.5 മണിക്കൂറിനുള്ളത് തീർക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്, നല്ല ടഫായിട്ടുള്ള പേപ്പർ തന്നെയായിരുന്നു. ഇനി പേപ്പർ 2ലേക്ക് വരികയാണെങ്കിൽ എക്കണോമി ആൻഡ് പ്ലാനിങ്, അതുപോലെ പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, കറൻറ്റ് ഇവൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി എന്നൊന്നും പറയാനില്ല. അതിൽ ആ ജനറൽ നോളജൊക്കെ കുറച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് സ്ഥിരമായി വായിച്ച് പഠിച്ച് പോണവർക്കൊക്കെ ഒരുവിധമൊക്കെ എഴുതാൻ പറ്റും. പക്ഷേ മറ്റേ ഇതൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പാട് തന്നെയാണ്. പക്ഷെ അപ്പോഴും അവിടെ ഇംഗ്ലീഷ് അത്ര കുഴപ്പമില്ല, ചില ചോദ്യങ്ങൾ ഒഴിച്ച്
ബാക്കി പൊതുവെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളവും അത്ര ബുദ്ധിമുട്ടിച്ചില്ല എന്നാണ് പൊതുവെ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും നോക്കുമ്പോൾ അതൊക്കെ ഉള്ളത് കാരണം പേപ്പർ 2 പിന്നെ ഇംഗ്ലീഷും മലയാളവും അത്ര ടഫും ആയിരുന്നില്ല. ടഫായിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും മൊത്തത്തിൽ ഇംഗ്ലീഷും മലയാളവും 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈസി തന്നെയായിരുന്നു എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അങ്ങനെ നോക്കുമ്പോൾ പേപ്പർ 2 പേപ്പർ 1നെ അപേക്ഷിച്ച് വളരെ മെച്ചപ്പെട്ടതാണെന്ന് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഇത് മൊത്തത്തിലുള്ളൊരു കട്ട് ഓഫ് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഒരു ഇത് കഴിഞ്ഞ വർഷത്തെ 3 സ്ട്രീമിലായിരുന്നല്ലോ പരീക്ഷ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രീം 1 എന്ന് പറയണത് ജനറൽ കാൻഡിഡേറ്റ്സ്, അതായത് അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 77 കട്ട് ഓഫ്. പിന്നെ സ്ട്രീം 2 ഗവൺമെൻറ് എംപ്ലോയീസിനുള്ളത്, അത് കഴിഞ്ഞ വർഷം 60 അതിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ KS പരീക്ഷയ്ക്ക്. പിന്നെ സ്ട്രീം 3ലാണെങ്കിൽ കഴിഞ്ഞ ഇതിൽ 50 ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ അത് ഇപ്രാവശ്യത്തേക്ക് വരുമ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പേപ്പർ ടഫാണ്. എന്നിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ അനുസരിച്ചുള്ള വേക്കൻസീസ് ഈ പ്രാവശ്യത്തെ ഇതിൽ നോട്ടിഫിക്കേഷനിലൊന്നും പറഞ്ഞിട്ടില്ല, വേക്കൻസി കുറവാണ്. അപ്പോൾ ആ വേക്കൻസിയും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ടഫ്നെസ്സൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്ട്രീം 1 കാറ്റഗറിക്കാർക്ക് ഏകദേശം, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ, അപ്പോൾ ആ പേപ്പറിൻ്റെ ടഫ്നെസ്സും പിന്നെ സമയം തികയായി അത് ഫസ്റ്റ് പേപ്പർ, അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ട്രീം 1 കാറ്റഗറി പെട്ടവർക്ക് ഏകദേശം ഒരു 80നും 90നും ഇടയിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. അതുപോലെ സ്ട്രീം 2 പെട്ടവർക്ക് ഒരു 60നും 65നും ഇടയിൽ കട്ട് ഓഫ് വരാനും, സ്ട്രീം 3യിൽ പെട്ടവർക്ക് 50നും 55ൻ്റെയും ഇടയിൽ കട്ട് ഓഫ് വരാനൊക്കെയാണ്. സ്ട്രീം 3 എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് ഓഫീസേഴ്സിനുള്ളതാണല്ലോ, അപ്പോൾ അത് ഏകദേശം 50നും 55ൻ്റെയും ഒക്കെ ഇടയിൽ കട്ട് ഓഫ് വരാനാണ് സാധ്യത. അപ്പോൾ എന്നാലും ഏകദേശം എൻ്റെ ഒരു ഇതിൽ നിഗമനപ്രകാരമുള്ള കട്ട് ഓഫാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പേപ്പറിൻ്റെ ഒരു ടഫ്നെസ്സും വേക്കൻസി കുറവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു വിലയിരുത്തലാണിത്. പിന്നെ ഇത് പ്രിലിമിനറി എക്സാമിനേഷനും കൂടിയാണല്ലോ, ഇനി ഇതിൻ്റെ മറ്റ് ഘട്ടങ്ങളൊക്കെ ഇനി കിടക്കണല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.